ഹായ് കൂട്ടുകാരെ, കൊത്തമരയാണിത്. കൊത്തമര ഇത് വെച്ചൊരു കൊണ്ടാട്ടമാണ് പരിചയപ്പെടുത്തുന്നത്. വളരെ സ്വാദിഷ്ടമായ ഒരു കൊണ്ടാട്ടം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം ഞാനിതിനായിട്ട് ഒരു 1/4 കിലോ കൊത്തമരയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കളയാം, അതുപോലെ ഇതിൻ്റെ അടിവശവും കുറച്ച് ഭാഗം കളയാം. കൊത്തമര ഞാൻ വാലും തലയും കളഞ്ഞ് നടുമുറിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പാകത്തിനുള്ള ഉപ്പ് ഏറരുത്. അതിനുശേഷം ഇത് നല്ല പോലെ നമുക്ക് തിരുമ്മി പിടിപ്പിക്കാം. ഈ ഉപ്പ് നല്ലപോലെ കൈ വെച്ച് ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഉപ്പ് തിരുമ്മി പിടിപ്പിച്ച ശേഷം കുറച്ച് വെള്ളം കൂടി തളിച്ച് നമുക്ക് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. എല്ലാ ഭാഗത്തും ഉപ്പ് എത്താൻ വേണ്ടിയാണ്. ഇതിന് ശേഷം 15 മിനിറ്റ് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം, ഉപ്പൊന്ന് പിടിക്കാനാണ്. ഇഡലി പാത്രത്തിൽ അടിയിൽ ആ വര വരുന്നത് വരെ വെള്ളം എടുത്ത് നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും താഴത്തെ തട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഈ കൊത്തമര നമുക്ക് കൊട്ടിക്കൊടുക്കാം. അതിനുശേഷം മുകളിലെ തട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് പഴം കൂടി പുഴുങ്ങിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് തന്നെ വേവണം. 10 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി തുറന്നു നോക്കാം, അടപ്പ് തുറന്നു നോക്കാം. എൻ്റെ പഴം വെന്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. ഇത് നമുക്കെടുത്ത് മാറ്റാം. കൊത്തമര ഇപ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. ക്ലസ്റ്റർ ബീൻസ് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന കൊത്തമര ചീനി അമര എന്നും അറിയപ്പെടുന്നു. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് ഉള്ളത്. അത് പരിചയപ്പെടുത്താം. ഇത് കൊളസ്ട്രോൾ ലെവല് കൺട്രോൾ ചെയ്ത് നിർത്താൻ സഹായിക്കുന്നു. ഏറ്റവും ഫലപ്രദം ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾക്കാണ്. ഇതിൻ്റെ ജ്യൂസ് ഒരാഴ്ച വരെ ഉണ്ടാക്കി കുടിക്കുന്നത് വെരിക്കോസ് വെയിനിനെ തടയാനുള്ള ഒരു ഉത്തമ പ്രതിവിധിയാണത്രേ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ധാരാളം മിനറൽസും വൈറ്റമിൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്. പ്രത്യേകിച്ചും വെരിക്കോസ് വെയിൻ, അൾഷിമേഴ്സ്, ഡിമെൻഷ്യ തുടങ്ങിയ രോഗികൾക്കും ഇത് ഉത്തമമായ ഒരു ഔഷധമാണ്. ഇത് കൊണ്ടാട്ടമാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിക്കും. ഇതിനി നമുക്ക് വെയിലത്തിട്ട് നല്ല പോലെ ഉണക്കിയെടുക്കാം. ഇങ്ങനെ അലുമിനിയത്തിൻ്റെ ഒരു വലിയ പ്ലേറ്റിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുത്തു വെക്കാം. മഴക്കാലത്ത് നല്ല സ്വാദോടുകൂടി നമുക്ക് വറുത്തുപയോഗിക്കാം. ഇത് അലുമിനിയത്തിൻ്റെ പ്ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. നല്ല പോലെ ഉണങ്ങിയ ശേഷമേ കുപ്പിയിലാക്കി എടുത്തു വെക്കാൻ പറ്റുകയുള്ളൂ. ഉപ്പ് പാകത്തിലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയില്ല എന്ന് പ്രത്യേകം പറയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ. ഇനി നമുക്ക് ഈ ഉണങ്ങിയ കൊണ്ടാട്ടം വെളിച്ചെണ്ണയിലേക്ക് വറുത്തെടുക്കുന്നത് എങ്ങനെയെന്നും കൂടി നോക്കാം. കൊത്തമര നല്ല പോലെ ഉണക്കിയെടുത്തിട്ടുണ്ട് വെയിലത്ത്. ഇങ്ങനെ ഒരു ഷേപ്പിലാണ് അത് വരിക. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. സ്വാദിഷ്ടമായ കൊത്തമര കൊണ്ടാട്ടം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ചൂടായി വരുമ്പോൾ നമുക്കിത് വറുത്ത് പോരാം. എണ്ണ ഇപ്പം നല്ല പോലെ കാഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കൊത്തമര ഉണങ്ങിയത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ മൊരിഞ്ഞ് വന്നിരിക്കുന്നു. നല്ല രുചിയായിരിക്കും. ഇതിന് കരിയാൻ പാടില്ല, ഉടനെ തന്നെ തീ താത്തി കൊടുക്കണം. ഇനി നമുക്കിത് കോരിയെടുക്കാം. എണ്ണയൊന്ന് വാർന്ന ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ വറുത്തെടുക്കാം. ഇത് മഴക്കാലത്തേക്ക് നമുക്ക് കുറേ ഉണ്ടാക്കി എടുത്തു വെക്കാം. മഴയത്ത് നമ്മളിത്
സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്കത് ആരോഗ്യമാണ്, നല്ല ഒരു സ്വാദിഷ്ടമായ കൊണ്ടാട്ടം കൂടിയാണ് കൊത്തമര കൊണ്ടാട്ടം. ഇപ്പോൾ ഇതാ മുഴുവൻ കൊണ്ടാട്ടവും ഞാൻ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇത് നമുക്ക് കഞ്ഞിയുടെ ഒപ്പമോ ചോറിൻ്റെ ഒപ്പമോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഞാൻ വെണ്ടയ്ക്കയും പയറും കൈപ്പയ്ക്കയും ഒക്കെ കൊണ്ടാട്ടമാക്കി എടുത്തു വെക്കാറ്. മഴക്കാലം വരുമ്പോൾ നമുക്ക് നല്ല വിശപ്പായിരിക്കും. അപ്പോൾ ചോറിനൊപ്പം ഇത് 2 വറുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടമായിരിക്കും ചോറുണ്ണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.